ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? നമുക്കിന്ന് ഒരു പെൺകുട്ടിയുടെ ചെറുത്തുനിൽപ്പിന്റെ കഥ കണ്ടാലോ? ദുരന്തത്തിന് മേൽ ദുരന്തം മാത്രം സംഭവിച്ചു കൊണ്ടിരുന്നാൽ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ നമ്മൾ സ്വയം ശക്തി ആർജിച്ചെടുക്കേണ്ടതായിട്ട് വരും. 14-ാം നൂറ്റാണ്ടിൽ പ്ലേഗ് അഥവാ ബ്ലാക്ക് ഡെത്ത് യൂറോപ്പിനെ ഒന്നാകെ ഭീതി വിതച്ചപ്പോൾ പല രാജ്യങ്ങളും വിഭജനമാകുകയും മൊത്തം അരാജകത്വം നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഭൂരിഭാഗം പേരും മരണത്തിന് കീഴടങ്ങിയപ്പോൾ ഒത്തിരി പേർ കുടുംബവുമായിട്ട് നാട് വിടാനും തുടങ്ങി. അങ്ങനെ ഒരു യാത്രയിൽ ഒരു കുടുംബത്തിന് സംഭവിച്ച കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചു തന്ന 2012 പുറത്തിറങ്ങിയ ഫ്ലുക്റ്റ് എന്ന നോർവീജിയൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്ട്രാ ടിക്കറ്റിലൂടെ കാണാൻ പോകുന്നത്. ഈ ഒരു സിനിമയ്ക്ക് എസ്കേപ്പ് എന്ന മറ്റൊരു പേര് കൂടിയുണ്ട് കേട്ടോ. കൂടുതലൊന്നും പറയാതെ നമ്മൾ ഈ കഥ കേൾക്കാൻ പോവുകയാണ്. അപ്പോ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ? ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഫാമിലിയെയാണ്. അവർ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേഗ് എന്ന ആ ഒരു മഹാവിപത്തിനെ തുടർന്ന് മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യമൊക്കെ തേടി മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. അച്ഛനും അമ്മയും അവരുടെ മക്കളെ കുതിരവണ്ടിയിലിരുത്തി മുന്നോട്ട് നടക്കുമ്പോൾ വിജനമായ ആ സ്ഥലത്ത് മരണശേഷം ആളുകളെ അടക്കിയത് കാണാൻ സാധിക്കും. യാത്രക്കിടയിൽ അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും അമ്പെയ്യാൻ പരിശീലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവളാണ് നമ്മുടെ കഥയിലെ നായിക സിംഗ. സിംഗയെ അച്ഛൻ അമ്പെയ്യാൻ പരിശീലിക്കുമ്പോൾ അവൾ കുറച്ച് തിടുക്കം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോശമായാണ് അവൾ അമ്പെയ്യുന്നത്. അമ്പിനൊപ്പം ലക്ഷ്യം വെക്കാൻ അച്ഛൻ അവളെ ഉപദേശിക്കുന്നു. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങുകയാണ്. അവർ കുട്ടികൾക്ക് മഴ കൊള്ളാതിരിക്കാൻ ഒരു തുണി വെച്ച് വണ്ടിയുടെ മുകൾ ഭാഗം മൂടുന്നു. ശേഷം ആ ഒരു യാത്ര തുടരുകയാണ്. അങ്ങനെ ആ ഒരു യാത്ര ചെയ്യുന്നതിനിടയിൽ സിംഗ അവളുടെ അനിയന് വേണ്ടി ഒരു മാല ഉണ്ടാക്കുന്നുണ്ട്. അനിയന്റെ പേര് ടൊർമോഡ് എന്നാണ്. അവനാണെങ്കിൽ ഒരു മരം കൊണ്ടുണ്ടാക്കിയ കുതിരയുടെ ടോയ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ വഴിക്ക് കുറുക്കെ കുറച്ച് കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ട് അച്ഛൻ അത് മാറ്റാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് അകത്തിരുന്ന സിംഗ ചോദിക്കുമ്പോൾ അമ്മ അവൾക്ക് മറുപടി കൊടുക്കാനായിട്ട് തിരിയുന്നു. പെട്ടെന്നൊട്ടും പ്രതീക്ഷിക്കാതെ അമ്മയുടെ നേർക്കൊരു അമ്പ് വന്ന് അവരുടെ ശരീരത്തിൽ തറക്കുമ്പോൾ അത് കണ്ട് സിംഗ വല്ലാതെ പേടിക്കുകയാണ്. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് അവിടെ ഒളിച്ചിരുന്ന കുറച്ചുപേർ വരികയാണ്. അവരെ ആക്രമിക്കാനായിട്ട് അച്ഛൻ ആയുധം എടുക്കുന്നുണ്ടെങ്കിലും വന്നവർ അത്ര നിസ്സാരക്കാരായിരുന്നില്ല. അവർ നിഷ്പ്രയാസം അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അത് നേരിൽ കാണുന്ന സിംഗ അനിയനൊന്നും കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് വന്നാലും ടൊർമോഡിനൊന്നും സംഭവിക്കാതെ സംരക്ഷിക്കണമെന്ന ചിന്തയായിരുന്നു സിംഗയ്ക്ക്. അതേസമയം ആക്രമികൾക്ക് വണ്ടിയിൽ കുട്ടികളുള്ള ആ ഒരു കാര്യം അറിയാമായിരുന്നു. അവർ കുട്ടികളെ തിരയുമ്പോൾ സിംഗയും അനിയനും വണ്ടിയുടെ താഴെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അധികനേരം പിടിച്ചു നിൽക്കാൻ ടൊർമോഡിനായില്ല. അവൻ പിടിവിട്ട് നിലത്ത് വീഴുമ്പോൾ അവരവനെ അപ്പോൾ തന്നെ പിടിക്കുകയാണ്. അത് കണ്ട് സിംഗ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ അവർ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. എങ്ങനെയും അനിയൻ രക്ഷപ്പെടണമെന്ന ആ ഒരു ചിന്തയിൽ അവൾ ടൊർമോഡിനോട് ഓടിപ്പോകാൻ പറയുകയാണ്. അത് കേട്ട് അവൻ ഓടുമ്പോൾ മനസ്സാക്ഷിയില്ലാത്ത അവർ അവന് നേരെ അമ്പെയ്യുകയാണ്. ആദ്യം അവൻ അമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും വീണ്ടും അമ്പെയ്യുമ്പോൾ അവനവിടെ പിടഞ്ഞ് വീഴുകയാണ്. ഒപ്പം സിംഗ നേരത്തെ അവന് കെട്ടിക്കൊടുത്ത ആ ഒരു മാലയും പൊട്ടി താഴെ വീഴുന്നു. ആ നിമിഷം സിംഗയുടെ ചങ്ക് വല്ലാതെ പിടഞ്ഞുപോയി. ടൊർമോഡിനോട് ഈ ക്രൂരത കാണിച്ചത് ആ ഒരു ഗ്യാങ്ങിലെ സ്ത്രീയായിരുന്നു. ശരിക്കും അവരാണ് ഈ ടീമിന്റെ ലീഡർ. അവളുടെ പേര് ഡാഗ്മർ എന്നാണ്. അനിയന് സംഭവിച്ച കാര്യമോർത്ത് വിഷമിച്ച് നിന്നിരുന്ന സിംഗയെയും കൂട്ടത്തിൽ ഒരാൾ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഡാഗ്മർ അത് തടയുന്നു. അവൾ സിംഗയെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് അവളെയും കൂടെ കൂട്ടുകയാണ്. അവളെ ബന്ദിയാക്കി കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിലുള്ള ഭീകരന്മാർക്ക് അവളോട് മോശമായ ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ സിംഗയുടെ കൺമുൻപിൽ വെച്ച് ആ കുതിരവണ്ടിയിൽ തീയിട്ട് അവളുടെ മാതാപിതാക്കളുടെ മൃതശരീരം കത്തിച്ചു കളഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അവളുടെ അനിയനെ അവിടെ ഉപേക്ഷിച്ചാണ് അവർ കാടുകയറി അവരുടെ താവളത്തിലേക്ക് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് തടിയിൽ തീർത്ത ഒരു പാലവുമുണ്ട്. ശ്രദ്ധ ഒന്ന് തെറ്റി താഴെ വീണാൽ പൊട്ടിപ്പോലും കിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ച് അവർ താവളത്തിലെത്തിയപ്പോൾ അവിടെ ഒരാൾ ഇറച്ചിയെല്ലാം മുറിച്ചിരിപ്പുണ്ട്. കൂടാതെ മറ്റൊരാളും ഫ്രിഗ് എന്ന് പേരുള്ള ഒരു ചെറിയ പെൺകുട്ടിയും അവിടെയുണ്ട്. അവരെയും ആ ഒരു സ്ഥലവുമെല്ലാം നോക്കി സിംഗ നിൽക്കുമ്പോൾ ഡാഗ്മർ ഫ്രിഗിനോട് വല്ലാത്തൊരു സ്നേഹത്തോടെ പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ അപ്പോൾ ഫ്രിഗിന് കൊണ്ടുവന്ന സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സിംഗയ്ക്ക് അവളുടെ കുടുംബത്തെക്കുറിച്ചും ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഒന്നും കഴിക്കാൻ തോന്നുന്നേയില്ല. പോരാത്തതിനെ നേരത്തെ സിംഗയുടെ അനിയന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുതിരയുടെ ടോയിലെ അതിപ്പോൾ സിംഗയുടെ അടുത്ത് കാണുമ്പോൾ അവൾക്കതും സഹിക്കാനാവുന്നില്ല. അപ്പോൾ ഫ്രിഗിനെ ഡാഗ്മർ വളരെ സ്നേഹത്തോടെയാണ് നോക്കുന്നതെങ്കിലും തിരിച്ചവൾക്ക് അത്ര കാര്യമുള്ളതുപോലെ തോന്നുന്നില്ല. അതേസമയം ഡാഗ്മർ സിംഗയോട് വന്ന് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെയുള്ള കാട്ടാളന്മാരെ പോലെയുള്ളവരെ കണ്ടവൾ പേടിക്കുമ്പോൾ അവർ അവളെ ഒന്നും ചെയ്യില്ല എന്ന് ഡാഗ്മർ ഉറപ്പു കൊടുക്കുന്നു. ശേഷം ഡാഗ്മറുടെ പാർട്ണറായ അർവിഡ് സിംഗയെ ഒരു മരത്തിൽ കൊണ്ട് കെട്ടിയിടുകയാണ്. അതും നോക്കി ടെന്റിനുള്ളിൽ ഫ്രിഗും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുമ്പോൾ സിംഗ പതിയെ ഫ്രിഗിനെ വിളിക്കുകയാണ്. അവൾക്ക് ദാഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കരുണ തോന്നുന്ന ഫ്രിഗ് സിംഗയ്ക്ക് വെള്ളമെല്ലാം കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല ഈ ഒരു കുട്ടിയെന്ന് സമാധാനം
അവസാനിക്കുമ്പോൾ അത് കണ്ട് ഡാഗ്മർ അവിടേക്ക് വരികയാണ്. ഫ്രിഗ് അവൾക്ക് വെള്ളം കൊടുക്കാൻ പോകുന്നത് കണ്ട് ദേഷ്യം വരുന്ന അവർ കുട്ടിയെ തല്ലുകയാണ്. മാത്രമല്ല സിംഗ ഇനി എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അവളുടെ ഓരോ വിരലുകൾ വീതം മുറിക്കാനാണ് ആ സ്ത്രീ ഫ്രിഗിനോട് പറയുന്നത്. ഇപ്പോൾ ചെയ്ത കാര്യത്തിന് അവളെ തല്ലിയാൽ മതിയെന്ന് പറയുമ്പോൾ ഫ്രിഗ് സിംഗയുടെ മുഖത്തടിക്കുകയാണ്. പറഞ്ഞതനുസരിച്ചത് കൊണ്ട് ഡാഗ്മർ ഫ്രിഗിനെ ഉമ്മ വെക്കുന്നുണ്ട്. ശരിക്കും ഒരു പ്രത്യേക സ്വഭാവമാണ് ഡാഗ്മറിന്. സോ ഫ്രിഗിനോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് ഡാഗ്മർ അവളുടെ ആവശ്യം സിംഗയോട് പറയുകയാണ്. അതായത് ഡാഗ്മറിന് ഇനി കുട്ടികൾ ഉണ്ടാകില്ല, എന്നാൽ ഫ്രിഗിന് ഒരു കുഞ്ഞനിയത്തിയെ വേണമെന്ന് ആഗ്രഹമുണ്ട് പോലും. സോ അവളുടെ പാർട്ട്ണറിൽ നിന്ന് സിംഗ ഒരു കുട്ടിക്ക് ജന്മം നൽകണം. ഇതും പറഞ്ഞവർ സിംഗയ്ക്ക് കുടിക്കാനെടുത്ത വെള്ളവും അവൾക്ക് കൊടുക്കാതെ കളയുകയാണ്. ഇതും കൂടി കേട്ടപ്പോൾ സിംഗ ഒത്തിരി വിഷമിച്ചു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്ത മാത്രമാണ് അവൾക്കുള്ളത്. അപ്പോൾ ഡാഗ്മറുടെ പാർട്ട്ണർ വന്ന് സിംഗയോട് പറയുന്നത് ഫ്രിഗാണ് അവർക്കെല്ലാം എന്നാണ്. അതവൾ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ നാശം പിടിച്ച ആ ഒരു കൊച്ചു മന്ത്രവാദിനിയും നരകത്തിൽ വിന്ത് ചാകട്ടെ എന്നാണ് സിംഗ ശപിക്കുന്നത്. അത് കേട്ട് അവനും അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെക്കാൾ കുറച്ച് നല്ലവനായതുകൊണ്ടോ അല്ലെങ്കിൽ അവളെ കൊണ്ട് ഇനിയും ആവശ്യമുള്ളത് കൊണ്ടോ ആവാം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇതേസമയം ഡാഗ്മർ ഫ്രിഗിനോട് സംസാരിക്കുകയാണ്. ആ പെണ്ണിനോട് അധികം സഹതാപമൊന്നും വേണ്ട എന്നും അവളെപ്പോലുള്ള ആളുകളാണ് അവരെ കാട്ടിൽ നിന്നും ഓടിച്ചത് എന്നെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഫ്രിഗ് പറയുന്നത് അവളൊരു കൊച്ചു കുട്ടിയല്ലേ എന്നാണ്. മാത്രമല്ല ഫ്രിഗ് ആണെങ്കിൽ ഡാഗ്മറിനെ അവരുടെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. ഒരിക്കലെങ്കിലും അവളുടെ വായിൽ നിന്ന് അമ്മ എന്നൊരു വിളി കേൾക്കാൻ ഡാഗ്മർ കൊതിക്കുന്നുണ്ട്. എന്നാൽ ഫ്രിഗ് ഒരിക്കൽ പോലും അതിന് തയ്യാറായിട്ടില്ല. സോ അവർ അവളുടെ യഥാർത്ഥ അമ്മ അല്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിവേ അതിനുശേഷം നമ്മൾ സിംഗയെ കാണുമ്പോൾ അവൾ പേടിച്ചിരിക്കുകയാണ്. അവിടെ ഭക്ഷണം കഴിച്ചിരുന്ന രണ്ടുപേരെ പെട്ടെന്ന് കാണുന്നില്ല. അവന്മാർ അവളെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ചിരിക്കുമ്പോൾ ഒരുത്തൻ അവളുടെ പുറകിലൂടെ വന്ന് വാ പൊത്തി കഴുത്തിൽ കത്തിവെക്കുകയാണ്. അങ്ങനെ അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവളോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് ഡാഗ്മറുടെ പാർട്ട്ണറായ അർവിഡ് വന്ന് അവനെ തടയുകയാണ്. പക്ഷെ അവനാണെങ്കിൽ ആദ്യം സിംഗയെ കണ്ടുപിടിച്ചത് അവനാണെന്ന് പറഞ്ഞ് കത്തിയെടുത്ത് ചൂണ്ടുകയാണ്. എന്നാൽ അർവിഡ് അവനെ അടിക്കുമ്പോൾ ആ ഒരു കത്തി നിലത്ത് വീഴുന്നുണ്ട്. ഡാഗ്മർ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ അനുസരിക്കേണ്ടതെന്ന് അർവിഡ് പറയുമ്പോൾ അവനതിന് തയ്യാറാവുന്നില്ല. അവന്റെ കണ്ണിൽ സിംഗ അവന് ചെയ്ത ജോലിക്കുള്ള ഒരു പ്രതിഫലമാണ്. അതിനെ തുടർന്ന് അവർ തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ സിംഗ നിലത്ത് വീണ കത്തിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അടിയുടെ ശബ്ദം കേട്ട് ഡാഗ്മറും ഫ്രിഗും പുറത്തേക്ക് വരുമ്പോൾ സിംഗ കത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് ഫ്രിഗ് കാണുന്നു. അതവൾ ഡാഗ്മറോട് പറയാൻ നോക്കുമ്പോൾ അവരവളെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്താനായിട്ട് ഡാഗ്മർ ആവശ്യപ്പെടുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഫ്രിഗ് നമ്മുടെ സിംഗയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ അടി നിർത്താനായിട്ട് ഡാഗ്മർ പറഞ്ഞിട്ടും അത് കേൾക്കാതെ മറ്റേയാൾ അർവിഡിനെ ചവിട്ടുമ്പോൾ ഡാഗ്മർ അവനെ തള്ളി മാറ്റുന്നുണ്ട്. എന്നിട്ടും മതിയാകാതെ അവൻ കത്തിയെടുത്ത് ഡാഗ്മറുടെ പിന്നാലെ ചെല്ലുമ്പോൾ ഡാഗ്മർ അവനെ അടിച്ചിടുകയാണ്. അപ്പോഴാണ് ഫ്രിഗ് സിംഗയുടെ അടുത്ത് നിൽക്കുന്ന കാര്യം ഡാഗ്മർ ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് ദേഷ്യം വരുന്ന അവർ ഫ്രിഗിനെ അടിക്കാൻ കൈ ഓങ്ങുമ്പോൾ സിംഗ അവരെ തടയുന്നു. അതിനെ തുടർന്ന് ദേഷ്യം അടക്കാനാകാതെ ഡാഗ്മർ സിംഗയോട് പറയുന്നത് ആക്ച്വലി അവളുടെ അനിയന്റെ നെഞ്ചിലായിരുന്നില്ല ഡാഗ്മർ അമ്പെയ്തത്. ചോരയും വാർന്ന് മരണത്തിനായി മണിക്കൂറുകൾ അവൻ ചെലവഴിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ ഇപ്പോഴും കിടന്നലറുന്നുണ്ടാകും. അവനെ രക്ഷിക്കാനാകാതെ സിംഗ ഇവിടെ പെട്ടിരിക്കുകയാണെന്ന് അവർ അഹങ്കാരത്തോടെ പറയുമ്പോൾ അവൾക്ക് ഇന്ന് രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കാത്ത വിധം ഡാഗ്മറുടെ ആളുകളെ അവളുടെ അടുത്തേക്ക് വിടുമെന്നും ഡാഗ്മർ ഭീഷണിപ്പെടുത്തുന്നു. അതും പറഞ്ഞ് എണീക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കത്തി ഡാഗ്മർ കാണുന്നത്. ആക്ച്വലി അത് പറയാൻ വേണ്ടിയാണ് നേരത്തെ ശ്രമിച്ചതെന്ന കാര്യം ഫ്രിഗും പറയുന്നു. അപ്പോൾ ഡാഗ്മർ ഫ്രിഗിനോട് രാവിലെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായി ഫ്രിഗ് പറയുന്നത് ഇവളുടെ വിരലുകൾ മുറിക്കണമെന്നായിരുന്നു. അത് കേട്ട് സന്തോഷത്തോടെ ഡാഗ്മർ അവളെ ഉമ്മ വെക്കുന്നുണ്ട്. സിംഗയാണെങ്കിൽ സ്വയം സംരക്ഷിക്കാനാകാതെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ നേരം വെളുക്കുമ്പോഴും കയ്യിലെ കെട്ടഴിക്കാൻ സിംഗ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ ഫ്രിഗ് ഒരു കത്തിയുമായിട്ട് വന്നിട്ടുണ്ട്. ആ തള്ളിയുടെ വാക്ക് കേട്ട് ഈ കൊച്ചെങ്ങാനും വിരൽ മുറിക്കുമോ എന്ന് പേടിക്കുമ്പോൾ ഫ്രിഗ് ആണെങ്കിൽ അവളുടെ കയ്യിലെ കെട്ടുമുറിക്കാനാണ് ആ ഒരു കത്തി ഉപയോഗിച്ചത്. മാത്രമല്ല അവൾ വളരെ ബുദ്ധിപൂർവ്വം സിംഗയെ കൂട്ടി അവൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ആ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു. അവന്മാരെല്ലാം ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്ന് തിടുക്കത്തിൽ സിംഗ മുന്നോട്ട് നടക്കുമ്പോൾ ചെളിയിലുള്ള ഒരു മരക്കഷ്ണത്തിൽ ചവിട്ടി ശബ്ദമുണ്ടാകുന്നു. അത് കേട്ട് കൂട്ടത്തിലുള്ള ഒരാൾ എണീക്കുമ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടുകയാണ്. അയാൾ ബാക്കിയുള്ളവരെല്ലാം വിവരം അറിയിക്കുമ്പോൾ ആയുധമെടുത്ത് എല്ലാവരും പിള്ളേരുടെ പുറകെ ഓടുകയാണ്. ഫ്രിഗാണെങ്കിൽ ഒരു ബുദ്ധി തോന്നി പോകുന്ന വഴിയിൽ ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. അതറിയാതെ എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ സിംഗയും ഒത്തിരി പേടിച്ചാണ് അവിടെ ഇരുന്നത്. ഡാഗ്മറും കൂട്ടരും മറ്റേ തടി കൊണ്ടുള്ള പാലത്തിനടുത്ത് എത്തുമ്പോഴാണ് ഫ്രിഗും സിംഗയും മുന്നോട്ട് പോയിട്ടില്ല എന്നും കാട്ടിൽ തന്നെയാണ് ഉള്ളതെന്നും മനസ്സിലാകുന്നത്. അങ്ങനെ അവരെല്ലാവരും കാട്ടിൽ കുട്ടികളെ തേടി നടക്കുമ്പോൾ സിംഗയും കൂട്ടി ഫ്രിഗ് അവിടെയുള്ള ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടേക്ക് കൂട്ടത്തിലെ ഒരാൾ വരുന്നുണ്ടെങ്കിലും ഫ്രിഗ് വളരെ തന്ത്രപൂർവ്വം അയാളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു. എന്നിട്ടും അയാൾ അവിടെ വന്ന് നോക്കുമ്പോൾ അവർ കുറച്ച് മാറിയിരുന്നത് കൊണ്ട് ഭാഗ്യത്തിന് പിടിക്കപ്പെട്ടില്ല. ശേഷം അവർ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ആ ശബ്ദം കേട്ട ഒരാൾക്ക് അവരവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ആക്ച്വലി കുട്ടികൾ അപ്പോൾ ആ മരത്തിന്റെ പാലമില് ആ ഒരു പാലത്തിനടുത്തേക്കായിരുന്നു വന്നത്. സിംഗ പാലത്തിൽ കയറിയെങ്കിലും ഫ്രിഗ് ഒരു തീരുമാനം എടുക്കാനാകാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴയാൾ കുട്ടികൾ അവിടെ ഉണ്ടെന്ന് എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് പേടിച്ച് മുന്നോട്ട് പോകുന്ന സിംഗ അവിടെ വീഴുമ്പോൾ പാലം കുറച്ച് ടാസ്ക് ആണെന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. മരമാണെങ്കിൽ ദ്രവിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും സിംഗയുടെ പുറകെ ഫ്രിഗും അപ്പുറത്തെത്തി. അവരെ പിന്തുടർന്ന് വന്നയാൾ ആ ഒരു പാലത്തിൽ കയറുമ്പോൾ
നോക്കുമ്പോൾ സിംഗ അവൾക്ക് ആകുന്നത് പോലെ ആ ഒരു പാലം ചവിട്ടി പൊളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സഹായിക്കാൻ ഫ്രിഗിനോട് പറയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഫ്രിഗ്. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സിംഗ എങ്ങനെയൊക്കെയോ ആ പാലം പൊളിക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് താഴേക്ക് വീഴുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ഡാക്മറും കൂട്ടരും അവിടേക്ക് എത്തുന്നത്. അവരെ കണ്ട് സിംഗ അവിടെ നോടുമ്പോൾ ഫ്രിഗ് അവിടെ തന്നെ നിൽക്കുകയാണ്. അത് കണ്ട് ഡാക്മർ അവളോട് അവിടെ നിൽക്കാൻ പറയുമ്പോൾ അവളെ കാത്ത് സിംഗയും അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണുന്ന ഫ്രിഗ് ആണെങ്കിൽ ഡാക്മറിനെയും കൂട്ടരെയും വിട്ട് സിംഗയുടെ കൂടെ തന്നെ ഓടി പോവുകയാണ്. ഡാക്മറിന് ആ ഒരു കാര്യം സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. സോ ഫ്രിഗിനെ പിടിക്കാനായി അവരെല്ലാവരും തയ്യാറെടുക്കുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സിംഗ നടപ്പാതയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഡാക്മറും കൂട്ടരും അവരെ കണ്ടെത്താൻ സാധിക്കാതെ പലയിടങ്ങളിലായി തിരയാൻ പ്ലാൻ ഇടുകയാണ്. കൂട്ടത്തിലുള്ള ലോക്കിക്ക് അറിയേണ്ടിയിരുന്നത് സിംഗയെ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു. അവന്റെ മനസ്സിൽ മോശമായ ഉദ്ദേശം തന്നെയായിരിക്കുമല്ലോ ഉള്ളത്. ഇത്തവണ ഡാക്മർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ അനുവാദം കൊടുക്കുകയാണ്. കാരണം അവൾക്ക് വേണ്ടത് ഫ്രിഗിനെ മാത്രമായിരുന്നു. മാത്രമല്ല നമുക്ക് അടുത്ത കുഞ്ഞിന് വേണ്ടി മറ്റൊരാളെ കണ്ടെത്താമെന്ന് അർവിഡും അവളെ ആശ്വസിപ്പിക്കുന്നു. ഇതേസമയം സിംഗയും ഫ്രിഗും ഉള്ളത് പാറയൊക്കെയുള്ള ഒരു പ്രദേശത്തായിരുന്നു. അവിടെ വെച്ച് ഫ്രിഗ് സിംഗയോട് ചോദിക്കുന്നത് നിന്നെ രക്ഷിച്ചതിന് ഇപ്പോഴും എന്താ നന്ദി പറയാത്തത് എന്നായിരുന്നു. എന്നാൽ സിംഗയ്ക്ക് ഇപ്പോഴും ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ തുടർന്ന് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നതായിരിക്കും ഫ്രിഗിന് നല്ലതെന്ന് അവൾ പറയുന്നുണ്ട്. ചിലപ്പോൾ ഡാക്മറിന് ഫ്രിഗിനെ നന്നായിട്ട് നോക്കാൻ കഴിയുമെന്നാണ് സിംഗയ്ക്ക് തോന്നുന്നത്. പക്ഷേ ഫ്രിഗിനാണെങ്കിൽ അവളുടെ കാര്യം സ്വയം നോക്കാൻ സാധിക്കും എന്നൊരു മൈൻഡാണ്. അവളൊരു കൊച്ചുകുട്ടിയല്ല എന്ന് നേരത്തെയും അവൾ പറഞ്ഞതാണല്ലോ. എന്നാലും സിംഗ മുന്നോട്ട് പോകുമ്പോൾ ഫ്രിഗ് മോടി അവളുടെ ഒപ്പം നടക്കുന്നുണ്ട്. അർവിഡും ഡാക്മറും ഈ സമയത്ത് ഫ്രിഗിനെ കാണാതെ വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുമ്പോൾ അവൻ പറയുന്നത് ഉറപ്പായും സിംഗ അവളെ ഭീഷണിപ്പെടുത്തി കൂടെ കൊണ്ടുപോയതായിരിക്കും എന്നാണ്. അവളെ കണ്ടെത്തി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് സാധിക്കാത്തതിന്റെ ആ ഒരു ദേഷ്യവും ഡാക്മർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സമയം സിംഗയും ഫ്രിഗും പാറകൾക്കിടയിലൂടെ പോകുമ്പോൾ അവരെ ഒരാൾ കാണുന്നുണ്ട്. അത് ഡാക്മറിന്റെ കൂട്ടത്തിൽ സിംഗയെ ആഗ്രഹിച്ച ലോക്കിയിലെ അവനായിരുന്നു. അവനവരെ കണ്ടു എന്ന് മനസ്സിലാക്കുന്ന കുട്ടികളും പേടിച്ചിട്ട് വേഗം ഓടി മാറുകയാണ്. ലോക്കി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കുട്ടികളെ കാണുന്നില്ല. പക്ഷേ ഒരു പാറയുടെ അപ്പുറത്തായിട്ട് അവരുടെ ഡ്രസ്സിന്റെ കുറച്ച് ഭാഗം കാണുന്നു. അവൻ കയ്യിലെ വാളുമെടുത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു തുണിക്കഷ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. കുട്ടികളാണെങ്കിൽ അവന്റെ പുറകിലുള്ള പാറയുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവൻ ആ തുണി നോക്കുന്ന ആ തക്കം നോക്കി ഒരു തടിക്കഷ്ണം എടുത്ത് സിംഗ വരുന്നുണ്ടെങ്കിലും അവനെ അടിക്കാനായി ഒരുങ്ങുമ്പോൾ ലോക്കി ഒഴിഞ്ഞു മാറുന്നു. അവന് അവളൊരു എതിരാളിയെ അല്ല എന്ന രീതിയിലാണ് അവൻ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ആയുധം നിലത്ത് വെച്ച് ലോക്കി അവളെ നേരിടുകയാണ്. സിംഗയെ നിലത്ത് കിടത്തി അവൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് നേരത്തെ ലോക്കിയെ നിലത്തിട്ട ആ ഒരു വാളെടുത്ത് ഫ്രിഗ് അവനെ നേരെ ചെല്ലുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുന്ന ലോക്കി കയ്യിലുണ്ടായിരുന്ന കത്തി കാണിച്ച് ഫ്രിഗിനെ പേടിപ്പിക്കുന്നു. ആ തക്കത്തിന് കയ്യിൽ കിട്ടിയ കല്ലെടുത്ത് സിംഗ അവന്റെ തലക്കടിക്കുന്നു. അതോടുകൂടി അവന്റെ കഥ തീരുകയാണ്. എങ്ങനെയെല്ലാം ഈ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ടി വന്നെങ്കിലും സിംഗ വളരെയധികം വിഷമത്തോടെയാണ് നിൽക്കുന്നത്. ഇനി അടുത്തതായി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു പേടിയും കുട്ടികൾക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറച്ച് നടന്ന് ഒരിടത്ത് വന്നിരിക്കുമ്പോൾ നേരത്തെ നടന്ന സംഭവങ്ങൾക്കിടയിൽ ഫ്രിഗിന്റെ കയ്യിലുണ്ടായ മുറിവ് കണ്ട് സിംഗ അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു മൊമെന്റിൽ എത്തുമ്പോൾ ഫ്രിഗിന് സിംഗയോട് കൂടുതൽ സ്നേഹവും ഒരു കണക്ഷനും എല്ലാം തോന്നുന്നു. നേരത്തെ മുതൽ തന്നെ അവൾക്കൊരു സിസ്റ്റർ ഫീലൊക്കെ സിംഗയോട് തോന്നിയിരിക്കണം. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു പരിചയമില്ലാത്ത ഒരാളായിട്ട് പോലും ഫ്രിഗ് അവളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. സോ ഫ്രിഗ് അവൾക്ക് ഡാക്മർ കൊടുത്ത മറ്റേ ടെർമോഡിന്റെ കുതിരയുടെ ടോയിലെ ഇപ്പോൾ അത് സിംഗയ്ക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ആ ടോയ് സിംഗയ്ക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഇത്രയും സമയം കൊണ്ട് ഫ്രിഗിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ലോക്കിയുടെ ഡെഡ് ബോഡി ഡാക്മറും കൂട്ടരും കണ്ടെത്തി. അവർക്കത് കാണുമ്പോൾ സിംഗ അത്ര നിസ്സാരക്കാരിയല്ല എന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല അവളെ ആദ്യമേ കൊന്നാൽ മതിയായിരുന്നു എന്നും ഒരുത്തം പറയുന്നു. ഇത്രയും വിശാലമായ ഈ ഒരു പ്രദേശത്ത് അവരെ കണ്ടുപിടിക്കാൻ കുറച്ച് ടഫായിരിക്കും. ഫ്രിഗിനെ ഇനി വീണ്ടും കാണണോ എന്ന് ഡാക്മർ ചോദിക്കുമ്പോൾ അവൾക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞാൽ മതിയെന്നാണ് അർവിഡ് പറയുന്നത്. അതായത് കാര്യം അവർ മറ്റുള്ളവരോട് എത്ര ക്രൂരമായി പെരുമാറിയാലും ഫ്രിഗിനെ അവർക്കെല്ലാം വലിയ കാര്യമാണ്. സോ ഡാക്മർ ഇങ്ങനെ ചോദിക്കുന്നു, അർവിഡ് നീയും ഈ ഓട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അവരുടെ സ്ഥാനത്ത് നീയാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അർവിഡ് അതിന് മറുപടി കൊടുത്തത്, ഞാനാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ആദ്യം താഴ്വരയിലൂടെ മുന്നോട്ട് പോകും, എന്നിട്ട് നദിക്കരയിലെത്തും. കാരണം അവിടെ ആളുകളുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ആളുകളോട് സഹായം ചോദിക്കാൻ അവരും ശ്രമിക്കുമെന്ന് അർവിഡ് ചിന്തിക്കുമ്പോൾ അതുപോലെ തന്നെയായിരുന്നു സിംഗയും ഫ്രിഗും ചെയ്തത്. അവർ ഒത്തിരി ദൂരം സഞ്ചരിച്ച് ഒടുവിലൊരു വീട് കണ്ടെത്തി. പക്ഷേ അവിടെയും രണ്ടുപേരുടെ മൃതദേഹം അടക്കിയതായിട്ട് പുറത്തു കാണാം. വീടിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആരും ഉപയോഗിക്കാതെ മാറാലയെല്ലാം പിടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എല്ലാം. സിംഗയാണെങ്കിൽ ഒരിടത്ത് എന്തോ മൂടിയിട്ടിരുന്ന തുണിയെടുത്ത് മാറ്റുമ്പോൾ അതിലുണ്ടായിരുന്ന ആരുടെയോ അസ്ഥികൂടങ്ങൾ കണ്ട് നന്നായിട്ട് പേടിക്കുകയാണ്. അവൾ പേടിക്കുന്നത് കണ്ട് ഓടി വരുന്ന ഫ്രിഗ് സമാധാനത്തോടെ പറയുന്നത് ഇവിടെ അസ്ഥികൂടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ശരിക്കും ഇപ്പോൾ മനുഷ്യരെയാണല്ലോ പേടിക്കേണ്ടത്. ഇവിടെയാണെങ്കിൽ അങ്ങനെ ആരുമില്ല. സോ അവർ രണ്ടുപേരും തീയൊക്കെ കൂട്ടി അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഫ്രിഗിന്റെ ശരിക്കുമുള്ള
പാരന്റ്സിനെ കുറിച്ചൊക്കെ സിംഗ ചോദിക്കുന്നുണ്ട്. ഫ്രിഗിനാണെങ്കിൽ അവരെ ഒന്നും ഓർമ്മയില്ല. ഡാക്മർ അവളോട് പറഞ്ഞിരുന്നത് അവർക്ക് അവളെ കിട്ടിയപ്പോൾ ഫ്രിഗ് ഒറ്റക്കായിരുന്നു എന്നാണ്. ബ്ലാക്ക് ഡെത്ത് എന്ന അസുഖം ബാധിച്ചായിരുന്നു ഫ്രിഗിന്റെ പാരന്റ്സ് മരിച്ചത്. അന്ന് ഫ്രിഗ് മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതെല്ലാം കേൾക്കുമ്പോൾ സിംഗയ്ക്കും ഒത്തിരി വിഷമമാകുന്നുണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ അവർ രണ്ടുപേരും ഇപ്പോൾ അനാഥരാണല്ലോ. ഇതേ സമയം രാത്രി ഇരുട്ടിയിട്ടും ഡാക്മറും കൂട്ടരും ഫ്രിഗിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സിംഗയ്ക്കാണെങ്കിൽ ഉറക്കത്തിലും അവളുടെ അനിയനെ കുറിച്ചായിരുന്നു ചിന്ത. അവൻ അവിടെ അവളുള്ള സ്ഥലത്തിരിക്കുന്നത് പോലെ തോന്നി അടുത്തേക്ക് ചെല്ലുന്ന സിംഗയോട് ടൊർമോഡ് ചോദിക്കുന്നത് നീ എന്നെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതല്ലേ എന്നായിരുന്നു. അവളുടെ അനിയനെ രക്ഷിക്കാൻ സാധിക്കാത്തതിന്റെ ആ ഒരു കുറ്റബോധം അവളെ അലട്ടുന്നത് കൊണ്ടാവാം ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് സിംഗ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ആരോ വരുന്ന ശബ്ദം അവൾ ശ്രദ്ധിക്കുന്നത്. ഉടനെ തന്നെ ഫ്രിഗിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവർ അവിടെ തന്നെ ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. അതാരാണെന്ന് മനസ്സിലായില്ലെങ്കിലും അയാളുടെ കയ്യിൽ ഒരു ആയുധമൊക്കെ ഉണ്ടായിരുന്നു. വന്നയാൾ അതിനകത്തൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികളും പയ്യെ എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. സിംഗയും ഫ്രിഗും വീടിന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ നേരത്തെ വന്നയാൾ അവരുടെ തൊട്ടു പിന്നിലായിട്ട് ആയുധം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു.